സിനിമ, സീരിയൽ മാത്രമല്ല, സ്റ്റേജ് ഷോകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയെല്ലാം ജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് രമേശ് പിഷാരടി. കാൽ നൂറ്റാണ്ടായി കലാരംഗത്തുള്ള പിഷാരടിയുടെ സംസാരം ആരെയും മടുപ്പിക്കാത്തതാണ്. ഇങ്ങനെ എക്കാലത്തും ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുന്നത് രമേശ് പിഷാരടിയുടെ വായനയും നിരീക്ഷണ പാഠവും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുമാണെന്നാണ് സംവിധായകൻ ആലപ്പുഴ അഷ്റഫ് പറയുന്നത്. മുൻമന്ത്രി തോമസ് ഐസക് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതും പിഷാരടിക്ക് ഒരു മൈലേജാണ് കിട്ടിയത്. ഇത്രയും വ്യക്തിഗുണമുള്ള ഒരാളെയാണ് തോമസ് ഐസക് കോമാളി എന്ന് വിളിച്ചത്. കോമഡി ചെയ്യുന്ന ഒരു കലാകാരൻ എന്നതിലുപരി പിഷാരടിയെക്കുറിച്ച് തോമസ് ഐസക്കിന് ഒന്നും അറിയില്ല. പിന്നീട് പിഷാരടിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ തോമസ് ഐസക് ക്ഷമാപണം നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെയെല്ലാം വളരെ പക്വതയോടെ ആണ് പിഷാരടി കൈകാര്യം ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പിഷാരടി പറഞ്ഞതിനെ പോലും പലരും വളച്ചൊടിച്ചു. പ്രചാരണത്തിന് വരില്ല, പകരം ജയിച്ചാൽ ഒരു ദിവസം അദ്ദേഹത്തെ സ്വന്തം മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു പിഷാരടി പറഞ്ഞത്. ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പിഷാരടി മമ്മൂട്ടിയെ കാണുന്നത്. മമ്മൂട്ടിയുടെ കൂടെ മണിയടിച്ച് നടക്കുന്നയാളാണെന്നാണ് പലരുടെയും ആക്ഷേപം. നല്ല സ്വഭാവ ഗുണവും അപാരമായ അറിവുമുള്ള ഒരാളെ മാത്രമേ മമ്മൂട്ടി എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുള്ളൂ. വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണത്. പിഷാരടിക്ക് മുമ്പ് മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും സിനിമാ മേഖലയിൽ ഉള്ളവരായിരുന്നില്ല. അതാണ് ആരും ശ്രദ്ധിക്കാതിരുന്നത്. പിഷാരടിയെ ഒപ്പം കൂട്ടിയപ്പോൾ അത് ചർച്ചയായി. ക്ലീൻ ഇമേജ് ഇല്ലാത്ത ഒരുത്തനെയും മമ്മൂട്ടി അടുപ്പിക്കില്ല. പിഷാരടി സർവകുല സമ്പന്നനായതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ വീടിന്റെ അടുക്കള വരെ കയറാൻ പിഷാരടിക്ക് അനുവാദമുണ്ടായിരുന്നത്. പിഷാരടിയിൽ പലരും കണ്ട മറ്റൊരു ന്യൂനത അയാൾ കോടീശ്വരനാണെന്നതാണ്. 3 കോടിയോളം ആസ്തി ഉണ്ട് പോലും. തന്റെ കഴിവുകൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും സ്വരുക്കൂട്ടിയതാണ് ആ പണം. ഏഷ്യാനെറ്റിലെ സിനിമാലയിലെ 500 രൂപ പ്രതിഫലത്തിൽ തുടങ്ങി അതേ ചാനലിലെ ബെഡായി ബംഗ്ലാവിൽ 1.5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന കലാകാരനിലേക്കുള്ള വളർച്ച അതാരെയും അസൂയപ്പെടുത്തുന്നതായിരുന്നു. മറ്റൊരാൾക്ക് പാരവയ്ക്കാത്ത, അസൂയയും കുശുമ്പും ഇല്ലാത്ത വ്യക്തിയാണ് പിഷാരടി എന്ന് വേണം പറയാൻ. പാലക്കാട്ട് പിഷാരടി തന്നെ ജയിക്കുമെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. ഷാഫി പറമ്പലിന്റെയും ശ്രീകണ്ഠന്റെയും സ്വാധീനം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പിഷാരടിയെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തെ ചൊറിയുകയും മാന്തുകയും ഒക്കെ ചെയ്തിട്ടും പിഷാരടി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയില്ല. പട്ടികൾ കുരച്ചാൽ പടിവാതിൽ തുറക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കലാകാരന്മാർക്ക് അഭിമാനമായി അടുത്ത നിയമസഭയിൽ ഒരു MLA ഉണ്ടാകുമെന്നും ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർത്തു.